നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. മിഥുനം രാശിക്കാർ ഒരു 11 ദിവസം കൊണ്ട് കോടികളുടെ അധിപന്മാരാവും. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2025 നവംബർ 16 മുതൽ നവംബർ 26 വരെയുള്ള 11 ദിവസം അത്യധികം ഭാഗ്യമുള്ള സമയമാണ് മിഥുനം രാശിക്ക്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കാർക്ക് ഈ ദിവസങ്ങളിൽ നിരവധി ഗ്രഹമാറ്റങ്ങൾ അനുകൂലമായിട്ട് വരികയാണ്. അതിൽ പ്രധാനമായിട്ടും തീർച്ചയായിട്ടും നവംബർ 16 ഉച്ചയ്ക്ക് 1:39 PM ഉച്ചയ്ക്ക് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് വരുന്നു. അതായത് മിഥുനം രാശിയുടെ 6ാം ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ അത് അനുകൂലമാണ്. ഓക്കെ, അതുകൂടാതെ അവിടെ ബുധനുണ്ട്, ചൊവ്വയുണ്ട്, 5ാം ഭാവത്തിൽ ശുക്രനുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് പറയട്ടെ, ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഫോൺ വിളിക്കരുത് ദയവേത്. പകരം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ 1-2 ദിവസം താമസിച്ചാലും ഞാൻ കൃത്യമായിട്ട് വാട്സാപ്പ് മെസ്സേജുകൾക്കെല്ലാം തന്നെ ഞാൻ മറുപടി അയക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ പറയാം. ദയവേത് ഫോൺ വിളിക്കരുത്. പകരം നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾ ദയവായി ഈ വാട്സാപ്പ് മെസ്സേജായിട്ട് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇവിടെ 6ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ അങ്ങോട്ട് വരികയാണ്. 16-ാം തീയതി അപ്പോൾ മുതലാണ് ഞങ്ങൾ പറയുന്നത്. ഇതിനിടയിൽ പിന്നെ ഈ പൂജാ ബമ്പറും എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ശതകോടീശ്വരന്മാരും ആയെന്ന് വരാം. ഇവർ കോടീശ്വരന്മാർ മാത്രമല്ല. 6ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ, സൂര്യൻ, ബുധൻ, ചൊവ്വ. 5ാം ഭാവത്തിൽ ശുക്രൻ. 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് തന്നെ വ്യാഴം. 3ാം ഭാവത്തിൽ ശിഖി അഥവാ കേതു. പിന്നെ 9ാം ഭാഗ്യസ്ഥാനത്ത് സർപ്പവും. ഓക്കെ, ഇതിൽ തന്നെ ഈ 11 ദിവസങ്ങളിൽ ചന്ദ്രൻ പല ദിവസങ്ങളിലും അനുകൂലമാണ്. ഈ ബമ്പർ എടുക്കുന്ന ദിവസം 22-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് 8 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഓക്കെ, ചന്ദ്രൻ ഉൾപ്പെടെ. ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി മാത്രമാണ്. ശനി 10ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അത് പ്രതികൂലമെന്നൊക്കെ പറയാം, കണ്ടകശനിയാണ്. എന്നാൽ തന്നെയും കർമ്മഭാവത്തിൽ ശനി വരുമ്പോൾ കുറച്ചൊക്കെ ഗുണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ഏതാണ്ട് പറഞ്ഞു വരുമ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. അത് മാത്രമല്ല, അവിടെ ശനി അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിലാണ്. ശുക്രനും ശനിയും സുഹൃത്ത് നക്ഷത്രങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. മിത്ര ഗ്രഹങ്ങളാണ്. അപ്പോൾ മിത്രരാശിയിൽ നിൽക്കുന്ന ശനിക്ക് അത്യാവശ്യം ഗുണമൊക്കെ കിട്ടും. അപ്പോൾ ഒരു 50-60% ശനി ദോഷം വരുന്നുള്ളൂ. എന്നാലും നിങ്ങൾ പറ്റുമ്പോൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഴിവതും ഈ പാർവതിയും കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ പോകുന്നതാണ് കൂടുതൽ പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ ഉചിതമായിട്ടുള്ള ഒരു ക്ഷേത്ര ദർശനം. പിന്നെ തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ ഈ 11 ദിവസവും പറ്റുന്നവരൊക്കെ അത് ചെയ്യാം.
ശിവന് ഭസ്മാഭിഷേകം. കുറഞ്ഞ വർഷം ജലധാര. അപ്പോൾ ജലധാരയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ മഴ പെയ്തു തുടങ്ങി കേട്ടോ, അത് നല്ല നിമിത്തമാണ്. എനിവേ, എന്നിട്ട് തീർച്ചയായിട്ടും ഈ 11 ദിവസവും അയ്യപ്പന് നീരാഞ്ജനം നടത്തുക. അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ളുവിളക്ക്, ഇതൊക്കെ ശനിദോഷം കുറയ്ക്കാനൊക്കെ ഉപകാരമാവും. അതുമാത്രമല്ല, ഈ പറഞ്ഞ ഈ ഭാഗ്യ ഗ്രഹനിലയ്ക്ക് ഒരു വലിയൊരു സപ്പോർട്ടാവും അത്. അപ്പോൾ സംഭവം ഇതാണ്, 11 ദിവസം, നവംബർ 16 തൊട്ട് നവംബർ 26 വരെ എന്ത് സംഭവിക്കാം. മിഥുനം രാശിക്കാരുടെ ജാതകം മാറി മറിയാൻ പോവുകയാണ്. പിന്നെ ഇത് രാശിഫലമാണ്. ഇത് കൂടാതെ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ ലഗ്നം ഏതാണെന്ന് നോക്കണം. ലഗ്നം ഇന്നിപ്പോൾ ഞാൻ നോക്കിയ ഒന്ന് രണ്ട് ജാതകങ്ങളിൽ മിഥുന ലഗ്നവും വന്നു, മിഥുന രാശിയും വന്നു. അവർക്കൊക്കെ ഡബിൾ എഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കണം. എന്തായാലും നിങ്ങൾ ജ്യോതിഷം താല്പര്യപൂർവ്വം കേൾക്കുന്നു. നിരീശ്വരവാദികൾ ഇതൊന്നും കാണരുത്, വിട്ടേക്കും, ഞങ്ങളുടെ വഴിക്ക് വിടുക. ഞങ്ങൾക്കിത് വിശ്വാസമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നു. ആൾക്കാർ കേൾക്കാനുമുണ്ട്, പലർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ചുമ്മാ ഒന്നുമല്ല. ഇന്നും കോഴിക്കോട്ടുനിന്ന് എന്നെ ഒരാൾ വിളിച്ചു. അയാൾക്ക് ചെറിയ തുകയാണെങ്കിലും, അതായത് 1000 രൂപയുടെ സമ്മാനം, ലോട്ടറി 12 എണ്ണം അടിച്ചു, 12,000 രൂപ. ഓക്കെ, എനിക്ക് ദക്ഷിണയെ അയച്ചു തന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ ഇടിവെട്ട് സൗഭാഗ്യമൊന്നും ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പോവുകയൊന്നുമല്ല. സംഭവം ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട് പലയിടത്തും. ഓക്കെ, നിങ്ങളുടെ പ്രദേശത്തും ഇടിവെട്ടി മഴ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും സംഭവം ഇത് രാശിഫലമാണ്. അപ്പോൾ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക. രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നിങ്ങളുടെ രാശി. ഓക്കെ, അതുകൂടാതെ ഈ ഗ്രഹനിലയിൽ ലഗ്നമെന്ന് രേഖപ്പെടുത്തിയ ആ രാശിയാണ് ലഗ്ന രാശി. ആ രാശിയുടെ അധിപൻ ഏതാണോ അതും നിങ്ങളെ ബാധിക്കും. ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ മിഥുന ലഗ്നക്കാർക്ക് ചിലപ്പോൾ കർക്കിടക രാശി വരാം. അതുപോലെ മിഥുന രാശിക്കാർക്ക് കർക്കിടക രാശി വരാം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശി നിങ്ങൾ ചിങ്ങ ലഗ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ചിങ്ങരാശിയുടെ ഫലവും കൂടി നിങ്ങൾക്ക് അനുഭവവേദ്യമാവും. അതുമാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും രാശിയും ലഗ്നവും അറിഞ്ഞു വെക്കുക. അതായത് അവർക്കൊക്കെ തന്നെ ഈ പറഞ്ഞ മിഥുന രാശി ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരാളുടെ ഭാഗ്യം കൊണ്ട് മറ്റുള്ളവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ രാശി അറിയാം, ലഗ്നം കണ്ടുപിടിക്കുക. അതുകൂടാതെ മഹാദശയും അന്തർദശയും ഒക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതി അതുമൊക്കെ അനുകൂലമായെങ്കിൽ മാത്രമേ ഇത് 100% നടക്കുകയുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല, കാര്യങ്ങളൊക്കെ ഈ ചില കമ്പനികളുടെയൊക്കെ പരസ്യം കണ്ടിട്ടില്ല, കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറയുന്ന പോലെ ഇത് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് മിഥുന രാശിക്ക് 11 ദിവസം സംഭവം കോടികൾ വന്ന് മറിയും. ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടന്നാൽ പോരെ, കോടികളൊക്കെ വരും. ഇപ്പോൾ ഭൂമിക്കൊക്കെ എന്താ വില, അതുപോലെ സ്വർണം, ഓക്കെ, അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ആർക്കും വരാൻ ലോട്ടറി തന്നെ അടിക്കണമെന്നില്ല. ഇപ്പോൾ അല്പം മുമ്പ് എന്നെ ഒരു സ്ത്രീ ബന്ധപ്പെട്ടു. ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ്.
അവർക്ക് കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വസ്തുക്കളൊക്കെ വിൽക്കാനുണ്ട്. അപ്പോൾ 2.5 കോടിയുടെ കടമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർക്ക് കാര്യമായിട്ട് കാര്യം നടക്കും എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് വന്നത്, അവരുടെ ഗ്രഹനിലയും മറ്റും എല്ലാം പരിശോധിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ലാതെ വെറുതെ അങ്ങ് പറയുകയല്ല ഈ കോടികളെന്ന്. ഈ ബമ്പർ തന്നെ അടിക്കണമെന്നില്ല. അതേ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു 1 കോടിയിലധികം രൂപ വരുന്ന ഒരു വസ്തു കൈവശം ഉണ്ടെങ്കിൽ അത് വിറ്റുമാറാം. അതല്ലെങ്കിൽ 20 കോടിയുടെ ഒരു ബിസിനസ് നിങ്ങൾ നടത്തി കൊടുത്തിയാൽ, അതായത് ഒരു ഭൂമി കച്ചവടം, 20 കോടിയുടെ ഒരു ഭൂമി കച്ചവടം നിങ്ങൾ നടത്തി കൊടുത്താൽ എത്ര രൂപ കമ്മീഷൻ കിട്ടും? ഓക്കെ, കോടികൾ തന്നെ അതും. അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം, അതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ മഹാദശ, അന്തർദശ, ലഗ്നം, അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതി, ഇതും എല്ലാം അനുകൂലമായിട്ട് വരുമ്പോഴാണ് ഈ മിഥുന രാശിക്ക് കോടികളുടെ വരുമാനം വന്നേക്കാം എന്ന് ഞങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ ഭാഗ്യവും കാര്യങ്ങളും എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കും. അപ്പോൾ എന്ത് സംഭവിക്കാം? അപ്പം മിഥുനം രാശിക്കാർ താമസിക്കാതെ നോട്ട് എണ്ണുന്ന മെഷീൻ വാങ്ങിച്ചോളും. അത് വാങ്ങിക്കേണ്ടി വരും ചിലർക്കെങ്കിലും. ഈ പറഞ്ഞ കണ്ടീഷൻ സപ്ലൈ എന്നൊക്കെ പറഞ്ഞ സംഭവം അതെല്ലാം ഒത്തുവരികയും നടക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ കോടികളുടെ വരുമാനം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ മിഥുനം രാശിക്കാർക്ക് മാത്രമല്ല, ഈ വീഡിയോ കണ്ട വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.